ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുള്ളും പറക്കാരെയും ഈ വാക്കുകൾ ബൈബിൾ അനേക സ്ഥലത്ത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. ഈ മുള്ളും പറക്കാരെയും എന്ന് പറയുന്നത് ഇസ്രായേലിന് ചുറ്റുമുള്ള ഇസ്രായേലിന്റെ ശത്രുക്കളെയാണ് പൊതുവെ പറയാറ്. ദൈവം കനാൻ ദേശം ഇസ്രായേലിന് നൽകുമ്പോൾ ആ കനാൻ ദേശത്തുള്ള ദുഷ്ടരായ മനുഷ്യരെ നീക്കിക്കളയണമെന്ന് അവരോട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനാക്യരെയും ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുൻപാകെ നിൽക്കുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. ഈ അനാക്യർ എന്ന് പറയുന്നത് അവര് ജയൻസ് എന്നാണ് അവരെ പറയുന്നത്. അവര് മനുഷ്യനെ തിന്നുന്ന ആൾക്കാരായിരുന്നു എന്നാണ് ബൈബിള് വേറെടുത്ത് പറയുന്നത്. അപ്പോൾ അവരുടെ ദുഷ്ടത നിമിത്തം ദൈവം അവരെ നശിപ്പിച്ചു കളയാൻ, അല്ലെങ്കിൽ അവരെ അവിടുന്ന് ഓടിച്ചു കളയാൻ വേണ്ടി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുൻപിൽ താഴ്ത്തുകയും ചെയ്യും. ദൈവം തന്നെ അത് ചെയ്തോളും എന്ന് ദൈവം തന്നെ വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ ദുഷ്ടത നിമിത്തം അത്രേ. അപ്പോൾ ആ ജാതിയുടെ ദുഷ്ടത നിമിത്തമാണ് പിന്നെ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്വം ഓർത്ത് ദൈവം ഇവർക്ക് കനാൻ ദേശം നൽകുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കണ്ടീഷൻ ദൈവം അവരോട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്നു, അവരോടെങ്കിലും അവരുടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത്. അതായത് ചെന്നു ചേരുന്ന ദേശങ്ങളിൽ അവിടുത്തെ ആൾക്കാരോടോ അല്ലെങ്കിൽ അവരുടെ ദേവന്മാരോടോ ഉടമ്പടി ചെയ്യരുത്. നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കുകയും അരുത്. നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കണിയായി തീരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ പിന്തിരിഞ്ഞ് അവരുടെ ഇടയിലുള്ള ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരോട് പറഞ്ഞ കൽപ്പനകളൊക്കെ അവര് പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തു തുടങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികളിലേക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. മോവാബ്യരുടെ ഉത്സവത്തിന് അവരെ ക്ഷണിച്ചു. അവര് ആ ഉത്സവത്തിന് പോവുകയും അവിടെ ചെന്ന് ആഹാരം കഴിച്ച ശേഷം അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇന്നും ഏകദേശം ഇതാണ് ഒരു മതസൗഹാർദ്ദത്തിന്റെ ലൈനാണ്. മതസൗഹാർദ്ദം ആഹാരമൊക്കെ കഴിച്ച് നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരേ ദൈവത്തെ ആണെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ അന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ ഇവരൊരു ചുറ്റുമുള്ള ജാതിക്കാരെ ഒരു ചതിയിൽ പെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹീബ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കര മലകളിലും താഴ്വരകളിലും ലെബനോനെതിരെ വലിയ കടലിന്റെ തീരത്തുള്ള രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ എരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബയൻ നിവാസികൾ കേട്ടപ്പോൾ അവരൊരു ഉപായം പ്രയോഗിച്ചു. അതായത് ജോഷുവ ഹായിയോടും എരിഹോവിനോടും ചെയ്തത് എന്തെന്ന് അവർക്ക് മനസ്സിലായിട്ട് ഇവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായ അവര് ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന കണ്ടം വച്ച ചെരുപ്പ് കാലിന്മേലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ച് പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പം എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അപ്പോൾ ദൈവം നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞ ആ ജാതികളിൽ ഒരു ജാതി അവര് ദൂരദേശത്തു നിന്നാണ് വരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി പഴയ സാധനങ്ങളും ഒക്കെ എടുത്ത് യാത്ര ചെയ്ത് ഇവരുടെ അടുത്ത് ചെന്ന് ഇവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുമായിട്ട് എഗ്രിമെന്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കത് മനസ്സിലായില്ല. ഇവർ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരാണെന്ന് ഇവർ മനസ്സിലാക്കാതെ ഇവര് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇവരുടെ ഈ പൂത്ത ഭക്ഷണമൊക്കെ മേടിച്ച് ആസ്വദിക്കുകയും അവര് എഗ്രിമെന്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നോട്ട് വായിക്കാൻ, ഞങ്ങൾ വീഞ്ഞു നിറച്ചു കൊണ്ടുപോകുന്ന ഈ തുരുതികൾ പുത്തനായിരുന്നു. ഇപ്പോൾ ഇത് അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ വസ്ത്രവും ചെരുപ്പും അതിദീർഘ യാത്രയിൽ പഴക്കമായിരിക്കുന്നു. അവരവരോട് നുണ പറയുകയാണ്. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു.
യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടി ദൈവനാമത്തിൽ അവരെ ഉടമ്പടി ചെയ്യുക. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥരെന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർക്ക് മനസ്സിലായി എന്ന് എഴുതിയിരിക്കുന്നു. അവരോട് ദൈവം പറഞ്ഞു, ഞാൻ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുകയും ഉറപ്പുള്ളവരായിരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ വേറെടുത്ത് പറയുന്നു, യഹോവ യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കിക്കളയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ദൈവമാണ് യുദ്ധം ചെയ്യുന്നതെന്നുള്ള പൂർണ്ണ ഉറപ്പില്ലാതെ അവർ ഇരുമ്പ് രഥങ്ങൾ കണ്ട് അവരെ ഭയപ്പെടുകയും അത് നീക്കം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഉടമ്പടി ചെയ്യരുതെന്ന് പറഞ്ഞു. അവർ ഉടമ്പടി ചെയ്തു. അന്യജാതിക്കാരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞു. അവർ പരസംഗം ചെയ്തു. അത് തന്നെയല്ല, അവരുടെ ദേവന്മാരുടെ മുൻപിൽ അവരെ നമസ്കരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവം കൽപ്പിച്ച കൽപ്പനകളൊക്കെയും ഇസ്രായേലിന് പാലിക്കുവാൻ സാധിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഒരു ദൂതൻ വന്ന് ഇവരോട് സംസാരിക്കുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നു. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയില്ല. ദൈവം പറഞ്ഞായിരുന്നു, ഞാൻ അവരെ നീക്കിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഉടമ്പടികളെല്ലാം ലംഘിച്ചതുകൊണ്ട് ഞാൻ ഇനി അവരെ നീക്കം ചെയ്യുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേലിനോ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ ഈ ചുറ്റുമുള്ള ആൾക്കാരെ വിലാപ്പുറത്ത് മുള്ളും കണിയുമായിരിക്കും, അല്ലെങ്കിൽ ത്രോൺസ് ആൻഡ് സ്നെയർ ആണ് എന്ന് പറഞ്ഞു. ഈ ബ്രയർ ആൻഡ് ത്രോൺ എന്താണ് എന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ തന്നെ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പറക്കാരെ നോവിക്കുന്ന മുള്ളും എന്ന് പറയുന്നത് ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചിട്ടുള്ളവരായ അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെ നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. ഞാൻ യഹോവയായ കർത്താവെന്ന് അവർ അറിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മുള്ളും പറക്കാരെയും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ തന്നെ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ വായിച്ചു. ചുറ്റുമുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് മുള്ളും പറക്കാരെയും എന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ലിറ്ററൽ ശത്രുക്കളെ നീക്കം ചെയ്യാൻ പറയുന്നത് പോലെ ഇത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള ശത്രുക്കളെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇരുമ്പ് രഥം അല്ലെങ്കിൽ മല്ലന്മാരെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഇതിന്റെ സ്പിരിച്വൽ മീനിങ് ആണ്. അതായത് രക്ഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് കടന്നു പോകുന്ന ആ പാപങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം തന്നെ അവരുടെ മുൻപാകെ നടന്ന് അവരോട് ഞാൻ നീക്കം ചെയ്യും എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൽ ആശ്രയിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടത്. അവരെ കൊണ്ട് അത് സാധിച്ചില്ല എന്ന് തന്നെയല്ല, ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവര് ആ പാപവുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് വിവാഹം ചെയ്തു എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ ആ പാപത്തിൽ തന്നെ നമ്മൾ രസിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ദൈവം ആ പാപത്തെ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യുകയില്ല. ഇതാണ് അതിന്റെ പുതിയ നിയമത്തിലുള്ള അർത്ഥം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ബലഹീനരായ മനുഷ്യരാണെന്നും പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ മണ്ണിൽ നിന്ന് എടുത്തെന്നും പൊടിയുടെ സ്വഭാവമുള്ളതാണ് എന്ന് ദൈവം നന്നവണ്ണം അറിയുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിനോട് നമ്മൾ അക്നോളജ് ചെയ്യുക, നമ്മുടെ പാപ സ്വഭാവത്തെ ദൈവത്തോട് അക്നോളജ് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ മുൻപാകെ കടന്നുപോയി പഴയ നിയമത്തില് ഞങ്ങൾക്കത് സാധിക്കുന്നില്ല, ഇരുമ്പ് രഥമുള്ളവരെ നശിപ്പിക്കാൻ ഞങ്ങൾക്കത് സാധിക്കുന്നില്ല, നീ ചെയ്യണമെന്ന് ദൈവത്തോട് അവർ അപേക്ഷിച്ചില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ല നമ്മൾ കാണുന്നുണ്ട്, ജോഷുവ യഹോവയോട് ചോദിക്കാതെ അവരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഇതിന്റെ അർത്ഥം വരുമ്പോൾ നമ്മൾ ആ പാപത്തിൽ നിന്ന്, നമ്മൾ ആ പാപത്തിന് അടിമയാണെന്നുള്ളത് നമ്മൾ അക്നോളജ് ചെയ്യുകയും അതിൽ നിന്ന് ദൈവം എനിക്ക് സ്വയം വിടുതൽ സാധിക്കുന്നില്ല, നിന്നെ കൂടാതെ എനിക്ക് ഒന്നും സാധിക്കുകയില്ല എന്നുള്ളത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സ്പിരിച്വൽ മീനിങ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇസ്രായേലിനെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയായി ഉപമിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതിയായിട്ടാണ് സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ യേശുവിനെ ഇസ്രായേലിന്റെ സന്തതി, ഇസ്രായേലിനെ ഒരു സ്ത്രീയായിട്ട് ഉപമിച്ച് വെച്ച് അതിന്റെ സന്തതിയായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ അനേക സ്ഥലത്ത് ഇത് കാണിക്കുന്നുണ്ട്. വായിക്കാം. യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരുശലേമേ, ഉണരുക, എഴുന്നേറ്റ് നിൽക്കുക, നീ പരിഭ്രമത്തിന്റെ പാനപാത്രകൂടം
കുടിച്ച് വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല. അതായത് ഇസ്രായേലിൽ ജനിച്ച ഒരു യഹൂദന്മാർക്കും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്കും ഈ രാജ്യത്തെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നടത്തുവാൻ സാധിക്കുന്നില്ല. ദൈവം അവരോട് പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ ആ പദ്ധതി നടപ്പാക്കുവാൻ ഒരാളെ പോലും സാധിച്ചില്ല. അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല. അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്നതിന് ആരുമില്ല എന്ന് പറയുന്നു. ഒരിടത്ത് പറയുന്നു, ഞാൻ ആദ്യനായി സിയോനോട് ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു. യെരുശലേമിന് ഞാൻ ഒരു സുവാർത്ത ദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല, ഞാൻ ചോദിച്ചാറ് ഉത്തരം പറയുവാൻ അവരിൽ ഒരുത്തനും ആലോചനക്കാരനുമില്ല. ഇതിന്റെ അർത്ഥം ഇതാണ്: മാനുഷികമായിട്ട് നമ്മൾക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് സ്വയം ഫുൾഫില്ല് ചെയ്യുവാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ദൈവം തന്നെ നമ്മളുടെ ഇടയിൽ ഇറങ്ങി മനുഷ്യന്റെ രൂപം എടുത്ത് വസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായ ഒരു 7 മുദ്രയിട്ടൊരു പുസ്തകം കൊണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പോവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചതയിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് സാധിക്കാത്തത് കൊണ്ട് ദൈവം തന്നെ നമ്മളിൽ വസിച്ച് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപമെടുത്ത് അത് സാധിക്കുകയാണ് എന്ന് പലയിടത്ത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് ദൈവം നമ്മൾക്ക് അത് നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ദൈവം ഇസ്രായേലിന് ദൈവത്തിന്റെ തന്നെ മകനെ നമ്മൾക്ക് നൽകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേൽ മക്കൾ പറയുന്ന കാര്യമാണ്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ എന്താണ്? ദൈവം നമുക്ക് വേണ്ടി ഒരു മകനെ നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് തന്നെയാണ്. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശുവിനെ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത രക്ഷ എന്ന് പറയുന്ന സ്വയം നമുക്ക് രക്ഷയുടെ അനുഭവത്തിൽ വരാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾക്ക് നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ വരുമ്പോൾ അത് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയാണ് യേശുവിനെ നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി അയപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതെല്ലാം ആ കൺസെപ്റ്റ് കണ്ടിന്യൂ ചെയ്യാണ്. അതായത് ദൈവം മുൻപാകെ നടന്ന ശത്രുക്കളെ നീക്കം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിൽ ദൈവം വസിക്കുമ്പോൾ, പഴയ നിയമത്തിൽ യേശു അവരോട് കൂടെ ഇറങ്ങി വസിച്ചു എങ്കിൽ പുതിയ നിയമത്തിൽ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരം വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിന് വേണ്ടി നമ്മൾ ദാഹമുള്ളവരായിരിക്കണം. ആത്മാവിന്റെ ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയണം. അതായത് ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള ആ ദാരിദ്ര്യമുള്ളവർക്ക് ദൈവത്തിന്റെ പറഞ്ഞ കൽപ്പനകൾ പാലിക്കുവാനോ അല്ലെങ്കിൽ ആ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ആത്മീയാർത്ഥം. കനാൻ ദേശത്തെ ഇൻഹെബിറ്റൻസിനെ നീക്കിക്കളയാൻ ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്യാതിരുന്നത് കൊണ്ട് ദൂതൻ ഇറങ്ങി അവരോട് പറയുന്നു, ഇനിയും ഞാനിത് മാറ്റിക്കളയുകയില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, ദൈവം തന്നെ നമ്മൾക്കൊരു മകനെ നൽകി നമ്മളിൽ ഒരാളായി നിന്ന് ദൈവം ആ പ്രവൃത്തി നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. ഇസ്രായേലിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആരെയാണ്? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. ഇസ്രായേലിനെയും ലോകത്തെയും ഒന്നിച്ച് പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അപ്പോൾ ഇത് ഭാവിയിൽ ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ ചുറ്റുമുള്ള ജാതികളെ അന്ന് ഇവരെവിടെ വെച്ച് നിർത്തിയേച്ചു പോകുന്നു, അതായത് ജോഷുവയുടെ സമയത്ത് അവര് കൊടുത്ത കൽപ്പന അവർക്ക് എവിടെ വെച്ച് പാലിക്കാൻ സാധിക്കാതെ പോയോ അത് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ദൈവം ചെയ്യുന്നത്. അന്നാളിൽ, അതായത് അന്ത്യകാലത്ത്, യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറയുന്ന അതേ എതിർ ക്രിസ്തുവിനെയാണ് ഇവിടെ പറയുന്നത്.
സമുദ്രത്തിലെ മഹാസർപ്പം എന്ന് പറയുന്നത്. അന്ന് നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ട് പാടുകയും, മനോഹരമായ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല, യുദ്ധത്തിൽ പറക്കാരെയും മുൾപടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ചുറ്റുമുള്ള ജാതികൾ അവര് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ തക്ക ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് പറക്കാരെയും മുൾപടർപ്പും എന്ന് പറയുന്നത്. എനിക്ക് വിരോധമായിരുന്നു കൊള്ളാമായിരുന്നു, ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാട് ചുട്ടുകളയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ, അതെ അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് സ്വയം അത് സാധിക്കുവാൻ സാധിക്കാത്ത സമയത്ത് ദൈവം തന്നെ നമ്മളോട് കൂടെ വന്ന് നമ്മൾക്കത് എങ്ങനെ സാധിച്ചു തരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു സാംഭവിക കഥയാണ്, അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഇദ്ദേഹം ബ്രിട്ടനിലെ ഒരു അത്ലറ്റ് ആയിരുന്നു. 1992 ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഓട്ടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന്റെ കാലിന് പരിക്ക് പറ്റുകയും അദ്ദേഹത്തിന് ആ പരിക്ക് പറ്റിയെങ്കിലും അദ്ദേഹത്തിന് ആ ഓട്ടം ഒന്ന് ഓടി തീർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് ഗാലറിയിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഇറങ്ങി വരികയും മറ്റുള്ളവരെല്ലാം എതിർത്തിട്ടും ഞാൻ ഈ ഓടുന്ന ആളുടെ അപ്പനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെല്ലാം തള്ളി മാറ്റിയച്ച് അദ്ദേഹം ഈ അത്ലറ്റിനെ സഹായിക്കുകയാണ്. അതായത് ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്താൻ ഇടയാകാതെ അദ്ദേഹത്തെ ആ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിക്കുകയാണ് ഈ പിതാവ് ചെയ്യുന്നത്. വളരെ ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ്. ഞാനിത് ഇടാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ഇതുപോലെ തന്നെയാണ് നമ്മളോട് ഇടപെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള കനാന്യ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കത് സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ ദൈവവും ഇതുപോലെ തന്നെയാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമെന്നൊക്കെ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്താലും അത് പലപ്പോഴും മാനുഷികമായിട്ട് അത് സാധിക്കുകയില്ല എന്ന് ദൈവത്തിന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളുടെ ഉള്ളിൽ വസിച്ച് നമ്മൾക്ക് വേണ്ടി അത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾക്ക് വേണ്ടി അത് ചെയ്യുന്നത്. മനുഷ്യന് സ്വയം പാപത്തിൽ നിന്ന് മോചനം സാധിക്കുകയില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ജഡസ്വരൂപത്തിൽ നമ്മളുടെ ഇടയിൽ വന്നതും നമ്മൾക്ക് വേണ്ടി സ്വയം ക്രൂശീകരിക്കപ്പെട്ടതും. നമ്മൾ ഇത്രയും നേരം കണ്ടത് കഴിഞ്ഞ കാല ഇസ്രായേലിന് ഏകദേശം 4000-നും 5000-നും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതെല്ലാം ഇന്നും ഇസ്രായേലിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. 1967 6 ഡേ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ടായി. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. പക്ഷെ ദൈവം തന്നെ ആ യുദ്ധം നടത്തി എന്നാണ് പറയുന്നത്. 6 ദിവസത്തിനുള്ളിൽ ചുറ്റുമുള്ള സൗദി അറേബ്യ, ഈജിപ്റ്റ്, സിറിയ, ലെബനോൻ ഇത്രയധികം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വന്നിട്ടും അവർക്ക് ശനിയാഴ്ച അല്ലെങ്കിൽ അവരുടെ ശബദ ദിവസത്തിന് മുൻപേ ദൈവം അവർക്ക് സമാധാനം കൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ജോർദാനിന്റെ ഭാഗമായിരുന്ന ജെറുസലേം അല്ലെങ്കിൽ ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം ഇവർ പിടിച്ചടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ടെമ്പിൾ മൗണ്ട് ഇന്ന് ജെറുസലേം
ഇസ്രായേലിന്റെ ഭാഗത്ത് വന്നത് 1967 അന്നത്തെ യുദ്ധത്തിൽ ഇവരിത് പിടിച്ചെടുക്കുമ്പോൾ അവർക്കൊരു റബായി ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ സൈന്യത്തിനോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു റബായി ഉണ്ടായിരുന്നു. ആ റബായിയുടെ പേര് ഷ്ലോമോ കൊറിയൻ എന്നായിരുന്നു. അദ്ദേഹം ഈ ടെമ്പിൾ മൗണ്ട് പിടിച്ചെടുത്തപ്പോൾ അന്ന് ഇസ്രായേലി സൈന്യത്തോട് ആവശ്യപ്പെട്ടു ഈ ഡോം ഓഫ് ദ റോക്ക് തകർത്ത് കളയാൻ ആവശ്യപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഈ പഴയ നിയമത്തിലെ കൽപ്പനകൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു റബായി ആയിരുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം അവരുടെ സൈന്യാധിപനോട് ആവശ്യപ്പെട്ടു ഇത് തകർത്ത് കളയണമെന്ന് പറഞ്ഞു. പക്ഷെ അവരത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. ഇതാണ് 1967 വിലാപമതിലിന്റെ അവിടെ നിന്ന് അവർ ഷോഫാർ വായിക്കുന്നതാണ്. ഇതിന്റെ ഫോട്ടോയാണത്. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് അന്നത്തെ സൈന്യാധിപനായ വളരെ ഫേമസ് ആണ് അദ്ദേഹം, മോഷെ ഡെയോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവരുടെ സൈന്യാധിപനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല. അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരു അന്നേരം ഇദ്ദേഹത്തിന്റെ ഈ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു എന്നാണ് പറയുന്നത്. അവര് ഈ പിടിച്ചെടുത്ത ഈ യെരുശലേം ദേവാലയത്തിന്റെ ഇരുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ ടെമ്പിൾ മൗണ്ട് മുസ്ലിങ്ങൾക്ക് തിരിച്ചു വിട്ടുകൊടുത്തു. അപ്പോൾ അവരോർത്തത് ഇത് തിരിച്ചു വിട്ടുകൊടുത്താൽ ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്ന നിലയിൽ അത് തിരിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് സംഭവിച്ചത് നമുക്കറിയാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് നമുക്ക് പറയാം ഈ ഒരു ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക മോസ്ക് ഇരിക്കുന്ന സ്ഥലമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഭാവിയിലും ഇത് തന്നെ എന്താണോ ഇവർ 4000 വർഷം മുൻപേ എന്ത് മിസ്റ്റേക്കുകളാണോ ഇവർ ചെയ്തത്, ഇസ്രായേലിന്റെ ഭാവി ചരിത്രത്തിലും ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്നു ചേരുന്ന ജാതികളുമായിട്ട് ഉടമ്പടി ചെയ്യരുത് അല്ലെങ്കിൽ അവരുടെ ദേവനെ സേവിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കൽ അവരത് ചെയ്തു. വീണ്ടും വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം അന്ത്യകാലത്ത് വീണ്ടും സഭ ഇവിടെ നിന്ന് മാറ്റം ചെയ്തതിന് ശേഷം ഇസ്രായേൽ മക്കൾ ഒരിക്കൽ കൂടെ എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചുറ്റുമുള്ള ജാതികളുമായിട്ടൊരു സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം തന്നെയാണ് നിവർത്തിക്കുന്നത്. മനുഷ്യന്റെ അസാധ്യമായത കാര്യങ്ങൾ ദൈവത്താൽ അസാധ്യമായതല്ല. അപ്പോൾ ദൈവം നമ്മളുടെ ഇടയിൽ ഇറങ്ങി വസിച്ച് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് പോലെ തന്നെ ലിറ്ററൽ മീനിങ്ങിൽ ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേര് പറയുന്ന ഇമ്മാനുവൽ ഒരിക്കൽ വീണ്ടും തിരിച്ചു വരികയും ജോഷുവയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോഷുവ എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് വേറൊരു ജോഷുവ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്കറിയാം യോശുവ എന്ന് പറയുന്നത് യേശുവ എന്ന് പറയുന്നതും ഒരേ ഇതാണ്. അപ്പോൾ യോശുവ എന്ന് പറയുന്നത് യേശുവിന്റെ ഒരു ഫോർറണ്ണർ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോഷുവ എവിടെ വെച്ച് നിർത്തിയോ, ഏതൊക്കെ ആൾക്കാരെ ജോഷുവയ്ക്ക് അല്ലെങ്കിൽ ജോഷുവയുടെ ജനത്തിന് പുറത്താക്കുവാൻ സാധിക്കാതെ പോയോ അതേ സ്ഥലങ്ങളിലാണ് ഇന്ന് ആ വിഷയങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അന്ന് ഫിലിസ്തീനെ അവർക്ക് നീക്കം ചെയ്യാൻ സാധിച്ചില്ല. ഫിലിസ്തീർ എന്ന് പറയുന്ന ആ സ്ഥലമാണ് ഇന്ന് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വെസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ആ സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ കാലത്തും അവരെ നീക്കം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആ ജോഷുവ എവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്തോ 5000 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 4500 5000 വർഷത്തിന് ശേഷം വേറൊരു ജോഷുവ അല്ലെങ്കിൽ ദൈവം തന്നെ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ വന്ന് മനുഷ്യനായി വസിച്ച് മാനുഷിക ശരീരത്തിൽ വസിച്ച് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ നേതൃത്വത്തിൽ ദൈവം അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. യെശയ്യാപ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും എന്ന് പറയുന്നു. അതായത് ഈജിപ്തിലെ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ ഉള്ള ആ സ്ഥലത്ത് ദൈവം ആ സ്ഥലത്തെ ആൾക്കാരെ ദൈവം അവിടെ നിന്ന് പലായനം ചെയ്യിക്കുമെന്നാണ് പറയുന്നത്. ബിലയാം യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമൂലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. ഏദോം ഒരു അധീന ദേശമാവും, ശത്രുവായ സെയിരും അധീന ദേശമായി, ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും, ഒഴിഞ്ഞു പോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. ഇത് മറ്റുള്ള പരിഭാഷകൾ നോക്കുകയാണെങ്കിൽ ദൈവം അവരെ ഒഴിപ്പിക്കും എന്നുള്ളതാണ്. അത് ഈദോമിന്റെ ആൾക്കാരെ ഒഴിപ്പിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികളെ മുള്ളും പറക്കാരെയുമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് സ്റ്റാർട്ടിങ് മുതലുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ മുള്ളും പറക്കാരെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും.
മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. ഇതിന് ഡബിൾ മീനിങ് ആണ്. മുള്ളും പറക്കാരെയും മുളയ്ക്കും എന്ന് പറയുമ്പോൾ ഫലവൃക്ഷങ്ങൾക്ക് പകരം ഫലം തരാത്ത വൃക്ഷങ്ങളും മുളയ്ക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു ഭാവിയിൽ ഒരു ഫുൾഫിൽമെന്റും ഉണ്ട്. നിനക്ക് ശത്രുക്കൾ ഉണ്ടാകും, അത് മനുഷ്യന്റെ ശത്രുക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആദാമിന്റെ പുത്രന്മാർക്ക് അല്ലെങ്കിൽ യാക്കോബിന്റെ പുത്രന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകും എന്നുള്ളത് ഒരു ഭാവി കാല പ്രവചനം പോലെ ഒരു ഡബിൾ ഫുൾഫിൽമെന്റ് ആയിട്ട് ഈ മുള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്നും മുളയ്ക്കുമെന്ന് ആദ്യമേ ദൈവം പറയുന്നു. ഇതേ കാര്യം യേശു പറയുന്ന ഉണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ട്. ഈ ഞെരിഞ്ഞിൽ എന്നൊക്കെ ഉള്ള പറയുന്നത് ഈ ചെടിയുടെ വ്യത്യാസം ഉണ്ടെങ്കിലും ആ കൺസെപ്റ്റ് ഇത് തന്നെയാണ്. ത്രോൺസ് ആൻഡ് തിസിൽസ് എന്നുള്ള കൺസെപ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ യേശു ഇവിടെ പറയുകയാണ്, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ഒരിക്കൽ കൂടെ അവരുടെ ദൈവത്തെ വിട്ട് ഒരിക്കൽ കൂടെ അന്യജാതികളുടെ ദേവന്മാരെ അവർ എടുക്കും. നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതായത് ജാതികളിൽ നിന്ന് കയറി വരുന്ന എതിർ ക്രിസ്തുവിനെ അവർ ദൈവമായിട്ട് അംഗീകരിക്കും. അപ്പോൾ ചുറ്റുമുള്ള ജാതികളെയാണ് മുള്ളുകളായിട്ടും ഞെരിഞ്ഞുകളായിട്ട് പറയുന്നതെങ്കിൽ ദൈവം ചോദിക്കുകയാണ്, ഇതൊരു ഉപമയായിട്ട് ദൈവം പറയുകയാണ്, മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം എന്ന് പറയുന്നത് നല്ല യഹൂദന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് അവരുടെ ദൈവത്തെ എടുക്കുക എന്നുള്ളതിന് ഇത് ഒരുപക്ഷെ മഹോപദ്ര കാലത്ത് യഹൂദന്മാർ ഇത് തിരിച്ചറിയുന്ന ഒരു സമയം വരും. ഈ വചനങ്ങളൊക്കെ, യേശുവിന്റെ വചനങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അവർക്കിത് പിടികിട്ടുന്ന അല്ലെങ്കിൽ അവർക്കിത് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശു തിരിച്ചു വന്ന് ഈ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ അന്ന് വീണ്ടും യെരുശലേം ദേവാലയം ഉണ്ടായിരിക്കും, അവിടെ യാഗങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജോഷുവ എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് വേറൊരു ജോഷുവ അല്ലെങ്കിൽ യേശു തുടരുകയാണ് ചെയ്യുന്നത്. യേശു ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് അന്ന് അവര് ഡിസ്കണ്ടിന്യൂ ചെയ്തതിനെ ദൈവം കണ്ടിന്യൂ ചെയ്യുകയും കനാന്യരെ ഒഴിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നുണ്ട്, കനാന്യ സ്ത്രീ വന്ന് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇടക്കാലത്ത് ശലോമോന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇവരെ ഊഴിയ വേലക്കാരായിട്ടൊക്കെ ഇത് ചെയ്തു. പക്ഷെ പിന്നീട് ഇവർക്ക് അവര് മുള്ളും പറക്കാരയുമായി മാറി എന്ന് നമ്മൾ കാണുന്നുണ്ട്. സക്കറിയ പ്രവചനത്തിൽ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയുന്നു, കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രൈമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുള്ള പാപശിക്ഷയും ഇത് തന്നെ. അന്നാളിൽ കുതിരകളുടെ മണികളിൽ മേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. യെരുശലേമിലും യഹൂദയിലുമുള്ള കലങ്ങളൊക്കെ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവം അന്ന് കൊടുത്ത കൽപ്പനകൾ ദൈവം മറന്നിട്ടില്ല. ആ കനാന്യരെ യേശു വന്ന് നീക്കം ചെയ്യും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തില് ഇതേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉപമ പോലെ അവിടെ അവതരിപ്പിക്കുകയാണ്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തനും ഒടുക്കത്തനും ആദ്യം അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകുന്നതിന് ഗോപുരങ്ങൾ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പോൾ ഇവിടെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ലിറ്റിൽ നായ്ക്കളെ കുറിച്ചായിരിക്കില്ല ഇവിടെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കനാന്യർക്ക് പറയുന്ന വേറൊരു പേരാണ്. കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ യേശു അവരെ നായ്ക്കുട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉൽപ്പത്തിയിൽ കനാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചന പ്രകാരമാണ്, നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും എന്ന് പറയുന്നുണ്ട്. അതിന്റെ തുണവചനം യശയാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ആരൊക്കെയാണ് അടിമയാക്കി കൊണ്ടുപോകുന്നത്. അത് ചുറ്റുമുള്ള ജാതികളാണ് അടിമയാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ജാതികൾ ആരാണ്? കനാന്റെ തലമുറക്കാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കനാൻ ദേശത്തെ ആൾക്കാരൊക്കെ ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കണമെന്നില്ല. അവരുടെ ആത്മാവോട് അവിടെ ഉള്ള ആരാണോ അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുള്ളും പറക്കാരയും എന്ന് പറയുന്നത് ഇസ്രായേലിന് ചുറ്റുമുള്ള ശത്രുക്കൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് ആത്മീയ അർത്ഥത്തിൽ നമ്മൾക്കും ഇത് ബാധകമാണ്. നമ്മളുടെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോരേണ്ട ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ നമ്മൾ അക്നോളജ് ചെയ്യുകയും
പരിശുദ്ധാത്മാവിനെ മുൻപിൽ അല്ലെങ്കിൽ ദൈവം മുൻപാകെ പോയി ആ പാപങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ വേണം എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ സമ്മറി. ദൈവം അനുഗ്രഹിക്കട്ടെ.